ഈ റെഗുലേറ്ററി നിയമത്തിൽ ഈ 5 കിലോവാട്ട് ചെയ്യുന്ന കൺസ്യൂമേഴ്സിന് ഏകദേശം 30% സ്റ്റോറേജ് എന്നുള്ള ഫെസിലിറ്റി ഞാൻ കണ്ടാണ്. അപ്പൊ ഹൈബ്രിഡ് അല്ലേ സംവിധാനം? അതെ, എന്താ അത് അവർ ഉദ്ദേശിക്കുന്നത്? വാസ്തവത്തില് KSEBിയുടെ നിർദ്ദേശം മാത്രമല്ല, ഈ ഹൈബ്രിഡ് പൊതുവിൽ ഒരു അട്രാക്റ്റീവ് പ്ലാന്റ് ആണ്, ഫ്യൂച്ചർ ആണ് ഹൈബ്രിഡ്. അതെ അതെ തീർച്ചയായിട്ടും. പക്ഷേ ബാറ്ററിയുടെ ഒരു റേറ്റ് കാരണം അത് എങ്ങനെയാണ് ROI ആവുക കസ്റ്റമേഴ്സിന്? റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിൽ നമ്മൾ കുറച്ച് ഓൺ ഗ്രിഡിനെ അപേക്ഷിച്ച് കുറച്ച് കാലതാമസം വരും എന്നുള്ള വാസ്തവമാണ്. പക്ഷെ അത് മീറ്റ് ചെയ്യുന്ന ആവശ്യകതകൾ, നമ്മുടെ ഡിമാൻഡ്സ് കൂടുതലാണ്. ഓൺ ഗ്രിഡ് വെക്കുമ്പോൾ നമ്മുടെ ബില്ല് മാത്രമാണ് കുറയുന്നുള്ളൂ. അതെ അതെ. ഹൈബ്രിഡ് വെക്കുമ്പോൾ നമുക്ക് ഒരു വൈദ്യുതിയുടെ ആവശ്യകത പൂർണ്ണമായിട്ടും അത് മീറ്റ് ചെയ്യുന്നു എല്ലാ സമയത്തും. 24 hours ഒരു ഹസിൽ ഫ്രീ സൊല്യൂഷൻ ആണ്. അതെ 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 തീർച്ചയായിട്ടും. പിന്നെ KSEBിയുടെ കരട് നിർദ്ദേശത്തിലുള്ളത് പ്രകാരം വേണമെങ്കിൽ പീക്ക് അവറിൽ നിങ്ങൾക്ക് ഹൈബ്രിഡ് സ്റ്റോറേജിൽ നിന്ന് വൈദ്യുതി വിൽക്കാമെന്നും കൂടി ഒരു നിർദ്ദേശം അതിലുണ്ട് കേട്ടോ. അങ്ങനെയും കൂടി ഒരു സാധ്യത അതിൽ KSEB വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ അങ്ങനത്തെ കൺട്രീസിൽ ഇപ്പോ യൂണിറ്റ് ട്രേഡിംഗ് നടക്കുന്നുണ്ട്. അതെ അതെ അതെ. നോൺ പീക്ക് അവേഴ്സിൽ ഹൈബ്രിഡോട്ട് സ്റ്റോർ ചെയ്യുന്നു, പീക്ക് അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്നു. അതെ അതെ അതെ. EVയിൽ നിന്ന് സ്റ്റോർ ചെയ്യാവുന്ന ഒരു മെക്കാനിസം ഇപ്പോ IITയുമായിട്ട്, ബോംബെ IITയുമായിട്ട് KSEB എന്തോ ഒരു സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതിലെല്ലാം ഈ എത്രത്തോളം KSEB ഇതിലെല്ലാം ടെക്നോളജി വൈസ് അഡ്വാൻസ്ഡ് ആണെന്നുള്ളൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ്. അതെ 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 തീർച്ചയായിട്ടും. നമുക്ക് അറിയാം, നേരത്തെ എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ഒരു ടോക്കിൽ പങ്കെടുക്കുമ്പോൾ അവര് പറയുന്നുണ്ടായിരുന്നു, അവര് 8 വർഷം മുമ്പ് വെച്ച പോളിസികൾ ഇവരിപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതെ അതെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതില്. സത്യം പറഞ്ഞാൽ ഡ്രാഫ്റ്റിൽ 3 ഇല്ലാത്തവര് ഒരു രീതിയിലും ഇത് ബാധിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഡ്രാഫ്റ്റ് വെക്കുമ്പോൾ തന്നെ KSEBയുടെ മനസ്സില് ഒരു 10 കിലോവാട്ട് എന്നായിരിക്കണം അവരുടെ ഒരു മനസ്സിലുണ്ടായിരിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും ഈ 3 കിലോവാട്ട് എന്നുള്ള ആശയം നമ്മളൊരു ഡിബേറ്റിന്റെ ഭാഗമായിട്ട് വെച്ചതാവാനാണ് സാധ്യതയുള്ളൂ. ഒരിക്കലും 3 കിലോവാട്ട് എന്നുള്ളത് പ്രായോഗികമായ ഒരു തലത്തിൽ വരുന്ന ഒരു നിർദ്ദേശമല്ല. ഞാനെന്നാലും പേഴ്സണലി ഒരു ഡ്രാഫ്റ്റ് ആണെങ്കിൽ പോലും ഡ്രാഫ്റ്റിന്റെ ഇനിയിപ്പോൾ കാര്യങ്ങളോട്ട് വരുമ്പോൾ ഒരു 500 കിലോവാട്ട് വരെ ഇപ്പൊ നിലവിൽ എങ്ങനെയാണ് നെറ്റ് മീറ്ററിങ് ആ രീതി തന്നെ പോകാനുള്ള സാധ്യതയാണ് ഞാനും കാണുന്നത്. അതെ അതെ അതെ. പക്ഷെ ഇതില് നമ്മൾ കൂടുതൽ കാണേണ്ടത് ഇപ്പം 5 കിലോവാട്ടിന്റെ റിക്വയർമെന്റ് ഉള്ള ആളുകൾ പലരും ഇപ്പോൾ 3 കിലോവാട്ട് മൈക്രോ ഇൻവെർട്ടറിലേക്ക്, അതായത് ഇപ്പോഴത്തെ സിനാരിയോയിൽ കൂടുതൽ ലാഭകരം ഈ മൈക്രോ ഇൻവെർട്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് അങ്ങനെയും ആളുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെ, കൺസ്യൂമേഴ്സ്. അതായത് ഇപ്പോ എന്താണ് ആ ഒരു സിനാരിയോ വെച്ചിട്ട് അവർ സേഫ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്.